ന്യൂനപക്ഷ ക്ഷേമ വകുപ്പിൽ മുസ്ലിം വിഭാഗത്തിന് മാത്രം മുൻഗണന നൽകുന്നത് സച്ചാർ കമ്മീഷൻ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണെന്ന വകുപ്പ് ഡയറക്ടറുടെ വിശദീകരണത്തിനെതിരെ വിവിധ സംഘടനകൾ രംഗത്തുവന്നു. ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് മുസ്ലിം വിഭാഗത്തിന് മാത്രമല്ല മറ്റു ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ ക്ഷേമത്തിനും കൂടി പരിഗണന നൽകണമെന്നും ഇവർ ആവശ്യപ്പെടുന്നു. ന്യൂനപക്ഷ ക്ഷേമ വകുപ്പിന്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് വ്യാപകമായ വിമർശനങ്ങൾ ഉയർന്നതിനെ തുടർന്ന് പ്രതിക്കൂട്ടിലായ മന്ത്രി കെ.ടി. ജലീലിനെ രക്ഷിക്കാനാണ് വകുപ്പ് ഡയറക്ടർ ഡോക്ടർ മൊയ്തീൻകുട്ടി വിശദീകരണവുമായി രംഗത്തെത്തിയത്. സച്ചാർ കമ്മീഷനും പാലൊളി കമ്മീഷനും അനുസരിച്ചാണ് ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് മുസ്ലിം ക്ഷേമ വകുപ്പായി മാറിയതെന്നാണ് ഡയറക്ടർ വിശദീകരിക്കുന്നത്. ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് മുസ്ലിം വിഭാഗത്തിന്റെ മാത്രം ക്ഷേമ വകുപ്പായി പ്രവർത്തിക്കുന്നുവെന്നാണ് മറ്റ് ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ വിമർശനം. ന്യൂനപക്ഷ ക്ഷേമ മന്ത്രി, സെക്രട്ടറി, കമ്മീഷൻ ചെയർമാൻ, അംഗങ്ങൾ, ഉദ്യോഗസ്ഥർ എന്നിവരുടെ വിശദാംശങ്ങൾ പുറത്തുവിട്ടുകൊണ്ടായിരുന്നു വിമർശനം. ന്യൂനപക്ഷ ക്ഷേമ വകുപ്പിൽ ഈ സ്ഥാനങ്ങളെല്ലാം വഹിക്കുന്നത് മുസ്ലിം വിഭാഗത്തിൽപ്പെട്ടവരാണ്. പാലൊളി മുഹമ്മദ് കുട്ടി കമ്മിറ്റിയുടെ പേര് പറഞ്ഞ് ന്യൂനപക്ഷങ്ങൾക്കുള്ള അവകാശങ്ങളിൽ 80% മുസ്ലിം വിഭാഗത്തിനും മറ്റ് 20% 5 വിഭാഗങ്ങൾക്കുമായി നൽകുന്നത് വിവേചനമല്ലാതെ മറ്റെന്താണെന്നാണ് ഇവർ ചോദിക്കുന്നത്. ഈ നടപടി ജനാധിപത്യ വിരുദ്ധവും മതേതരത്വ മൂല്യങ്ങൾക്ക് നിരക്കാത്തതുമാണെന്നും സീറോ മലബാർ സിനഡ് ഉൾപ്പെടെ ചൂണ്ടിക്കാട്ടിയിട്ടും അതിനെ ന്യായീകരിക്കാനാണ് വകുപ്പ് ശ്രമിക്കുന്നതെന്നും ഇവർ ആരോപിക്കുന്നു. എല്ലാ മതന്യൂനപക്ഷ വിഭാഗങ്ങൾക്കും വേണ്ടി പ്രവർത്തിക്കേണ്ട വകുപ്പിന്റെ മന്ത്രി തന്നെ ഒരു വിഭാഗത്തിനായി പ്രവർത്തിക്കുന്നുവെന്നാണ് ആരോപണം. നിയമസഭയിൽ ഉൾപ്പെടെ മദ്രസ അധ്യാപകർക്കായി വാദിക്കുന്ന മന്ത്രി മറ്റ് വിഭാഗങ്ങളുടെ കാര്യങ്ങൾ ആരായുകയോ അവരുടെ ആവശ്യങ്ങൾ അംഗീകരിക്കുകയോ ചെയ്യുന്നില്ലെന്നും ഇവർ ചൂണ്ടിക്കാട്ടുന്നു. ഇതുവരെ 22,500ഓളം മദ്രസ അധ്യാപകർ ക്ഷേമനിധിയിൽ അംഗത്വമെടുത്തിട്ടുണ്ട്. അനുദിനം നിരവധി പേരാണ് അംഗത്വത്തിനായി അപേക്ഷ സമർപ്പിക്കുന്നത്. ഈ സാമ്പത്തിക വർഷം അവസാനിക്കുന്നതിന് മുൻപ് തന്നെ 1,00,000 അംഗങ്ങളെ സ്കീമിൽ ചേർക്കാനാകുമെന്നാണ് പ്രതീക്ഷ. മദ്രസാധ്യാപക ക്ഷേമനിധിയുടെ ഭരണനിർവഹണത്തിനായി ഒരു ബോർഡ് രൂപീകരിക്കപ്പെടുന്നതും ഇടതുപക്ഷ സർക്കാരിന്റെ കാലത്താണെന്നത് കേവല യാദൃശ്ചികതയായി കാണേണ്ടതില്ല. പ്രതിമാസ പെൻഷൻ പദ്ധതിക്ക് പുറമെ താഴെ പറയുന്ന ആനുകൂല്യങ്ങൾ കൂടി ബോർഡ് വഴി നടപ്പിലാക്കി വരുന്നു. 1. വിവാഹ ധനസഹായം. അംഗങ്ങളുടെ സ്വന്തം വിവാഹത്തിനും 2 പെൺമക്കളുടെ വിവാഹത്തിനും 10,000 രൂപയാണ് ഇങ്ങനെയുള്ള സഹായമായിട്ട് നൽകുന്നത്. 2. സ്കോളർഷിപ്പ്. SSLC +2 പരീക്ഷകളിലെ മുഴുവൻ വിഷയങ്ങൾക്കും A+ നേടിയ ക്ഷേമനിധി അംഗങ്ങളുടെ മക്കൾക്കാണ് 2,000 രൂപ സ്കോളർഷിപ്പ് നൽകുന്നത്. 3. പലിശരഹിത ഭവന വായ്പ. അംഗങ്ങൾക്ക് 2.5 ലക്ഷം രൂപ 84 മാസം തിരിച്ചടവ് കാലാവധി നിശ്ചയിച്ച് നൽകുന്ന പദ്ധതിയാണിത്. 4. ചികിത്സാ ധനസഹായം. അംഗങ്ങൾക്ക് സാധാരണ അസുഖങ്ങൾക്ക് 5,000 രൂപ വരെയും ഗുരുതര രോഗങ്ങൾക്ക് 25,000 രൂപ വരെയുമാണ് ചികിത്സാ സഹായം അനുവദിക്കുന്നത്. 5. പ്രസവാനുകൂല്യം. മദ്രസ അധ്യാപികമാർക്ക് 15,000 രൂപ 2 പ്രസവത്തിന് എന്ന നിലക്കാണ് ഈ തുക നൽകി വരുന്നത്. മുസ്ലിം വിഭാഗത്തിൽപ്പെട്ടവർക്കായി വകുപ്പ് നൽകുന്ന ഒട്ടേറെ ക്ഷേമ പ്രവർത്തനങ്ങൾ എന്തുകൊണ്ട് മറ്റ് വിഭാഗങ്ങൾക്ക് കൂടി നൽകാൻ വകുപ്പ് മടി കാണിക്കുന്നുണ്ടെന്ന് CBCI ലൈറ്റ് കൌൺസിൽ സെക്രട്ടറി അഡ്വക്കേറ്റ് VC സെബാസ്റ്റ്യൻ ചൂണ്ടിക്കാണിക്കുന്നു. നീതി നിഷേധത്തെ ചോദ്യം ചെയ്യുന്നതിനെ വർഗീയവാദമായി മുദ്രകുത്തുന്നത് അസംബന്ധമാണെന്നും അദ്ദേഹം പറഞ്ഞു. മദ്രസ നിർമ്മാണം, മദ്രസാധ്യാപകർക്കുള്ള ചികിത്സാ ധനസഹായം, മദ്രസാധ്യാപകരുടെ മക്കൾക്കുള്ള സാമ്പത്തിക സഹായം, ഭവന പദ്ധതി, വിവാഹ ധനസഹായം, മരണാനന്തര സഹായം, കോവിഡ് സഹായം തുടങ്ങി നിരവധി സഹായങ്ങൾ മറ്റുള്ള വിഭാഗങ്ങൾക്ക് കൂടി നൽകുന്നതിന് വകുപ്പ് തയ്യാറാകാത്തത് വിവേചനമല്ലാതെ മറ്റെന്താണെന്നും അദ്ദേഹം ആരാഞ്ഞു. PSC, UPSC, ബാങ്ക്, റെയിൽവേ തുടങ്ങിയ മത്സര പരീക്ഷകൾക്കായി സൗജന്യ കോച്ചിംഗ് സെന്ററുകൾ സർക്കാർ ചെലവിൽ ന്യൂനപക്ഷ വകുപ്പിന് കീഴിൽ നടത്തുന്ന കേരളത്തിലെ 45-ലധികം വരുന്ന കേന്ദ്രങ്ങളെല്ലാം തന്നെ മുസ്ലിം വിഭാഗത്തിന് മാത്രമായാണ് നൽകിയിരിക്കുന്നതെന്ന് ന്യൂനപക്ഷാവകാശ വേദി സെക്രട്ടറി റോണി അഗസ്റ്റിൻ പറഞ്ഞു. ജില്ലാതല ന്യൂനപക്ഷ കോർഡിനേഷൻ കമ്മിറ്റികളിൽ ഇപ്പോൾ കേരളത്തിൽ നിലവിലുള്ള 39 കമ്മിറ്റി അംഗങ്ങളിൽ 30 പേരും മുസ്ലിം വിഭാഗത്തിൽ നിന്നായത് നീതിപൂർവകമാണോ എന്ന് സർക്കാർ വിലയിരുത്തണമെന്നും വിവിധ സംഘടനകൾ ആവശ്യപ്പെട്ടു. സച്ചാർ കമ്മിറ്റി റിപ്പോർട്ട് ദേശീയ തലത്തിൽ മറ്റ് സംസ്ഥാനങ്ങളിൽ നടപ്പിലാക്കിയപ്പോൾ കേരളത്തിൽ മുസ്ലിം വിഭാഗത്തിന് മാത്രം മുൻതൂക്കം നൽകിക്കൊണ്ട് നടപ്പാക്കാനുണ്ടായ കാരണങ്ങൾ പുനഃപരിശോധിക്കണമെന്നും ഇവർ ആവശ്യപ്പെടുന്നു. ന്യൂസ് ഡെസ്ക് ഷെക്കേന ന്യൂസ്.